ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂര്യ എല്ലാ സത്യവും അറിഞ്ഞ ശേഷം നന്ദിനിയോട് ക്രൂരത ചെയ്തവരെ ചോദ്യം ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ രാജുവിനോട് ഇന്ദ്രജയെയും വിജയനെയും വിളിക്കാൻ പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരെയും താഴേക്ക് ഇറങ്ങി വരാൻ രാജു ചെല്ലാണ്. ആ സമയത്ത് ഇന്ദ്രജയ്ക്കും വിജയനും നല്ല ടെൻഷനുണ്ട്. സൂര്യ എല്ലാ സത്യങ്ങളും അറിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഇവിടെ ഒരു വെടിക്കെട്ട് തന്നെ നടക്കുമെന്നുള്ള ആ ഒരു പേടിയോട് കൂടിയാണ് വിജയനൊക്കെ വിറച്ചുകൊണ്ട് താഴേക്ക് വരുന്നത്. എന്നിട്ട് ഇന്ദ്രജ ചോദിക്കുക, എന്തിനാ സൂര്യ നീ ഞങ്ങളെ വിളിച്ചത്? അതൊക്കെയുണ്ട്, അതൊക്കെ ഞാൻ പറയാം. രാജുവേട്ട, ആദ്യം രാജുവേട്ടനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. അല്ല, രാജുവേട്ടൻ്റെ നാട്ടിൽ ആരാണ് മരിച്ചത്? അപ്പോൾ രാജു പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവാണ്. എന്താ സാറ് പറഞ്ഞത്? എൻ്റെ നാട്ടിൽ മരിച്ചു എന്നോ? ആ, നിൻ്റെ നാട്ടിൽ ആരാണ് മരിച്ചത്? നിൻ്റെ വേണ്ടപ്പെട്ടവരാണോ? അത് ആരാണ്? അയ്യോ സാറേ, ഞാൻ അറിഞ്ഞില്ലല്ലോ. എൻ്റെ ആര് മരിച്ചു എന്നാ പറയുന്നത്? അല്ല, എന്നോട് ഇവരാണ് പറഞ്ഞത്. രാജുവേട്ടൻ്റെ ബന്ധു ആരോ മരിച്ചു എന്നാണ് ഇവരെന്നോട് പറഞ്ഞത്. ഈ നിൽക്കുന്ന എൻ്റെ ചേച്ചി എന്ന് പറയുന്ന ഇന്ദ്രജ. രാജുവേട്ടൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല? ഇല്ല സാറേ, ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ രാജു ഇന്ദ്രജിയോടും വിജയനോടും കൂടി ചേർന്ന് ചോദിക്കുകയാണ്, സാർ, മേഡം, ആരാണ് എൻ്റെ മരിച്ചത്? എനിക്കറിയില്ലല്ലോ, എന്നോടൊന്ന് പറ, ഞാൻ അറിഞ്ഞില്ലല്ലോ. എൻ്റെ ആര് മരിച്ചു എന്നാണ് നിങ്ങൾ പറഞ്ഞത്? രാജു ഇന്ദ്രജയോടും വിജയനോടും കൂടി അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതോടുകൂടി അവരൊന്നും മിണ്ടാതെ പതർച്ചയോട് കൂടി നിൽക്കണ്ടോ. എന്നിട്ട് സൂര്യ രാജുവിനോട് പറയാണ്, മരിച്ചിട്ടില്ലാത്ത ആളെ എങ്ങനെയാണ് രാജുവേട്ടാ ഇവർക്ക് പറയാൻ കഴിയുക? ഞാൻ രാജുവേട്ടനെ ചോദിച്ച സമയത്ത്, വയ്യാതെ കിടക്കുന്ന സമയത്ത്, നന്ദിനിയെ വിളിച്ച സമയത്ത് നന്ദിനി ഇവിടെ ഇല്ല എന്നല്ലേ ഇവർ പറഞ്ഞത്? നന്ദിനി ഇവിടെ നിന്നും പോയി അമ്മയോട് വഴക്കിട്ട് പോയി എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ രാജുവേട്ടനെ വിളിക്കാൻ വേണ്ടി പറഞ്ഞപ്പോഴാണ് രാജുവേട്ടൻ ഇവിടെ ഇല്ല, രാജുവേട്ടൻ്റെ ബന്ധുവിൽ ആരോ മരിച്ചു, അതുകൊണ്ട് രാജുവേട്ടൻ നാട്ടിൽ പോയി എന്നൊക്കെയാണ് ഇവർ പറഞ്ഞത്. രാജുവേട്ടനെ ചോദിച്ചപ്പോൾ ഇവിടെ രാജുവേട്ടൻ ഇല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇവരൊക്കെ ചേർന്ന് വലിയൊരു കള്ളമുണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് രാജുവേട്ട ഇങ്ങനെ ഒരു മരിച്ച കഥ ഇവരെന്നോട് പറഞ്ഞത്. അതൊക്കെ പോട്ടെ, രാജുവേട്ടൻ്റെ ഫോൺ എവിടെ? എൻ്റെ ഫോണ് മാഡത്തിൻ്റെ കയ്യിലാണ്. അപ്പോൾ നന്ദിനി, നിൻ്റെ ഫോൺ എവിടെ? എൻ്റെ ഫോണും മാഡത്തിൻ്റെ കയ്യിലാണ്. അപ്പോൾ സൂര്യ ഇന്ദ്രജയോട് പറയണേ, ഇവരുടെ രണ്ടുപേരുടെയും ഫോണ് എനിക്ക് വേണം, അതെടുത്തോണ്ട് വാ. നീ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? അമ്മയുടെ അടുത്താണെന്ന് ഇവർ പറഞ്ഞത് കേട്ടില്ലേ? നിനക്ക് വേണമെങ്കിൽ അമ്മയോട് പോയി ചോദിക്കുക. തിരിക്കട്ടെ, ഇവരുടെ രണ്ടുപേരുടെയും ഫോൺ എന്തിനാണാവോ അമ്മ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്? അതും പോരാഞ്ഞിട്ട് എൻ്റെ കാലിന് സുഖമില്ലാത്തത് കൊണ്ട് ഡാഡി എൻ്റെ ഫോണും ലോക്കാക്കി വെച്ചിട്ടാണ് പോയത് എന്ന്. അടുത്തൊരു വലിയ കള്ളം നിങ്ങളെ സമ്മതിച്ചു തരണം. അത്രയ്ക്കും വലിയ കള്ളങ്ങൾ കണ്ടുപിടിക്കാൻ നിങ്ങളെ കൊണ്ട് മാത്രം സമ്മതിക്കൂ. നിങ്ങളെ സമ്മതിച്ചു തന്നിരിക്കണം. കേട്ട് ഇന്ദ്രജ പിന്നെ പറയാണ്, അതിനിപ്പോൾ ഞങ്ങളിപ്പോൾ എന്ത് വേണമെന്നാണ്? അപ്പോൾ സൂര്യ പറയണേ, ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടും ഒരു നാണവുമില്ലാതെ ചോദിക്കുന്നത് കണ്ടില്ലേ? ആ, നിങ്ങൾക്കുള്ളത് ഞാൻ വഴിയെ തരുന്നുണ്ട്. എന്നിട്ട് വിജയനെ വിളിക്കുകയാണ്, ഇങ്ങ് വന്ന അളിയനെങ്ങനെ ഇരുന്നാലോ? അപ്പോൾ അല്ല സൂര്യ, നീ എന്നെ ഒന്നും ചെയ്തേക്കല്ലേ. എന്നെ ചെയ്താൽ നിൻ്റെ ചേച്ചി തന്നെയാണ് വഴിയാധാരമാവുക. അതിന് ഞാൻ അളിയനെ ഒന്നും ചെയ്യില്ല. അളിയൻ ഇങ്ങ് എടുത്തേക്ക് വാ എന്ന് പറഞ്ഞ് വിജയനെ വിളിക്കാണ്ട്. അങ്ങനെ വിജയൻ പേടിയോടുകൂടി സൂര്യയുടെ അടുത്തേക്ക് ചെല്ലാണ്. എന്നിട്ട് വിജയൻ്റെ ചെവി പിടിച്ചങ്ങ് പിരിക്കുകയാണ് സൂര്യ. അതോടുകൂടി വിജയൻ വേദന സഹിക്കാൻ കഴിയാതെ, ആൻറ്റി ഒന്നും ഓടി വാ എന്ന് പറഞ്ഞുകൊണ്ട് പത്മയെ വിളിക്കുകയാണ്. അങ്ങനെ അലറി വിളിക്കുന്ന ആ ഒരു സൗണ്ട് കേട്ട് പത്മ അവിടേക്ക് വരികയാണ്. എന്നിട്ട് സൂര്യയോട് ചോദിക്കുകയാണ്, എന്താടാ സൂര്യ നീ കാണിക്കുന്നത്? ചെറിയ കുട്ടികളോട് പെരുമാറുന്നത് പോലെ. ഒന്നല്ലെങ്കിൽ ഒരു മര്യാദ കൊടുക്കണ്ടേ? നിന്റെ ചേച്ചിയുടെ ഭർത്താവല്ലേ? അയ്യോ, ആരാണ് ഇത് പറയുന്നത്? എന്ത് മര്യാദയാണാവോ നിങ്ങൾ ആദ്യം ഇവർക്ക് കൊടുത്തിട്ടുള്ളത്? ഈ നിൽക്കുന്ന അളിയനെ നിങ്ങൾ എന്തെങ്കിലും മര്യാദ കൊടുത്തിട്ടുണ്ടോ? അപ്പോൾ പത്മ പറയണ്, അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നീ ആദ്യം വിജയൻ്റെ ചെവിയിൽ നിന്ന് പിടുത്തം വിടും. നിങ്ങൾ എന്താ പറഞ്ഞത്? മര്യാദയുടെ കാര്യം. ഓരോരുത്തരുടെ പ്രവൃത്തിക്കനുസരിച്ചാണ് മര്യാദ ഒക്കെ കിട്ടുക. ഇവർക്ക് ഇതിൽ കൂടുതലൊന്നും മര്യാദ കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് വിജയൻ്റെ ചെവി നന്നായിട്ട് വേദനിപ്പിച്ച് ഒരു തള്ളങ്ങ് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് സൂര്യ പത്മയോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ പറഞ്ഞത്? എൻ്റെ നന്ദിനി ഇവിടെ നിന്നും പോയി. നിങ്ങളെല്ലാവരും എന്നോട് അങ്ങനെ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുമെന്നാണോ നിങ്ങൾ കരുതിയത്? നിങ്ങളെ എല്ലാവരെയും കുറിച്ച് എനിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് ഞാൻ വിശ്വസിച്ചു എന്ന് കരുതാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് ശ്രമിച്ചതല്ലേ? പക്ഷെ നടക്കില്ല. ഈ മത്സരത്തിൽ ഒരുപക്ഷെ നിങ്ങൾ ജയിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ, നന്ദിനെ നിങ്ങൾ എന്നേക്കുമായി എന്നിൽ നിന്നും അകറ്റാൻ വേണ്ടി ശ്രമിച്ചാൽ പിന്നെ നന്ദിനി എവിടെയാണെങ്കിലും ഞാൻ അവളെ, എൻ്റെ ഈ അസുഖം മാറിക്കഴിഞ്ഞാൽ, ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ നന്ദിനി എവിടെയാണെങ്കിലും ഞാൻ അവളെ കണ്ടുപിടിക്കില്ല എന്നാണോ നിങ്ങൾ കരുതിയത്? ഇത് ഞാൻ അങ്ങനെ വിട്ടുകളയുമെന്നാണോ നിങ്ങൾ കരുതിയത്? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. എൻ്റെ അസുഖം മാറി എണീറ്റ് നടന്നാൽ നന്ദിനി എവിടെയാണെങ്കിലും നന്ദിനിയെ ഞാൻ എൻ്റെ ജീവനുള്ളിടത്തോളം കാലം ഞാൻ അവളെ അന്വേഷിച്ച് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. അതും പോരാഞ്ഞിട്ട് അച്ഛനെ വിളിച്ചു തരാൻ പറഞ്ഞാൽ അച്ഛൻ 24 മണിക്കൂറും മീറ്റിംഗ്. പോരാത്തതിന്
നന്ദിനിയെ വിളിക്കാൻ പറഞ്ഞാൽ നന്ദിനിയുടെ ഫോൺ സ്വിച്ച് ഓഫ്. രാജുവേട്ടൻ്റെ ഫോണും എടുക്കുന്നില്ല. എന്തൊക്കെയാണ് നിങ്ങൾ കാണിച്ചു കൂട്ടിയത്? പക്ഷേ നിങ്ങളുടെ ചുവടുകൾ പിഴച്ചു. അത് കേട്ടപ്പോൾ പത്മ പറയണ, നീ പറഞ്ഞത് ശരിയാണ്, എൻ്റെ ചുവടുകൾ പിഴച്ചു. അത് ഈ കുടുംബം നിലനിർത്താൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത്. എൻ്റെ കുടുംബത്തിൻ്റെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പോഴൊക്കെ സൂര്യ പരിഹാസത്തോടു കൂടിയാണ് പത്മയുടെ വാക്കുകളൊക്കെ കേൾക്കുന്നത്. എന്നിട്ട് സൂര്യ പറയാണ്, നിങ്ങൾ കൂടുതൽ സംസാരിക്കാതെ ഈ നിമിഷം തന്നെ എൻ്റെയും രാജുവേട്ടൻ്റെയും നന്ദിനിയുടെയും ഫോൺ ഇവിടെ കൊടുന്നു വെച്ചിരിക്കണം എന്ന് പറയട്ടോ. അത് കേട്ടപ്പോൾ ഒരു കാര്യവുമില്ല, നീ എന്ത് പറഞ്ഞാലും ഫോണൊന്നും തരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പത്മ നിൽക്കുന്നത്. അപ്പോൾ സൂര്യ പറയണ, ഞാൻ 10 വരെ എണ്ണും, അതിനുള്ളിൽ ഞങ്ങളുടെ 3 പേരുടെയും ഫോൺ ഇവിടെ കൊടുന്നു വച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് എനിക്ക് പറയാൻ പോലും കഴിയില്ല എന്ന് പറയുമ്പോഴും പത്മ അതൊന്നും വില ാണ് നിൽക്കുന്നത്. നീ 10 വരെ എണ്ണി തീരുകയുള്ളൂ, നിന്റെ ഫോണൊന്നും ഇവിടെ കൊണ്ടുവയ്ക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ കുറച്ച് തിരിഞ്ഞു നിൽക്കുകയാണ് പത്മ. അപ്പോഴത്തേക്കും ഇന്ദ്രജയ്ക്ക് പേടിയാവാണ്. അപ്പോൾ ഇന്ദ്രജ പത്മ കാണാതെ തന്നെ ഫോൺ എടുത്തുകൊണ്ട് വരികയാണ്. എന്നിട്ട് ഫോണ് ടേബിളിൽ സൂര്യ ഇരിക്കുന്ന ഭാഗത്ത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സൂര്യ കൈയടിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് പത്മ തിരിഞ്ഞു നോക്കുമ്പോൾ, എന്തേ എണ്ണി തീർന്നോ എന്ന് ചോദിക്കുമ്പോൾ, ദാ എൻ്റെ ഫോണുകളും നന്ദിനിയുടെയും രാജുവേട്ടൻ്റെയും ഫോൺ എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞതോടുകൂടി ഇന്ദ്രജയെ ദേഷ്യത്തിൽ പത്മ നോക്കണ, എന്ത് പണിയാണ് നീ കാണിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, വിട്ടേക്ക് മമ്മി, അവരുടെ ഫോണ് തിരിച്ചു കൊടുക്കാം, വെറുതെ ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നം വേണ്ട. അപ്പോൾ വിജയൻ പറയണ, അതെ ആൻറ്റി, സൂര്യ പറയുന്നതൊക്കെ കണ്ട് കേട്ടേക്ക്, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കാർക്കുമല്ല പ്രശ്നമുള്ളത്, എനിക്കാണ് പരിക്ക് കിട്ടുന്നത്. ഇപ്പം തന്നെ എൻ്റെ ചെവി വേദനിച്ചിട്ട് വയ്യ, ഒന്ന് തൊടാൻ പോലും കഴിയുന്നില്ല. എന്നിട്ട് സൂര്യ രാജുവിനോട് നന്ദിനിയുടെയും രാജുവിൻ്റെയും ഫോൺ എടുക്കാൻ വേണ്ടി പറയാണ്. എന്നിട്ട് സൂര്യ പറയണേ, നിങ്ങൾ ഓരോരുത്തരും ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നന്ദിനിയോട് ഇനി നിങ്ങൾ എന്തെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ കാണിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ ഓരോരുത്തരും ഞാനിപ്പോൾ ഈ കിടക്കുന്ന കിടപ്പുണ്ടല്ലോ അതുപോലെ കിടക്കേണ്ടി വരും. ഇനി മുതൽ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിക്കോ, നന്ദിനിയെ എന്നിൽ നിന്നും അകറ്റാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കും തോറും ഞാൻ നന്ദിനിയുമായിട്ട് കൂടുതൽ അടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി മുതൽ നന്ദിനി 24 അവേഴ്സും എന്നോടൊപ്പം തന്നെ ഉണ്ടാവും. അത് വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും യാത്രയിലാണെങ്കിലും എവിടെയാണെങ്കിലും എന്നോടൊപ്പം തന്നെ നന്ദിനി ഈ 24 അവേഴ്സും ഉണ്ടാവും. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിക്കോ. അപ്പോൾ പത്മ പറയണ, അത് ശരി, നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നിൻ്റെ കൂടെ 24 അവേഴ്സും നന്ദിനിയെ കൊണ്ടു നടക്കാനുള്ള യോഗ്യത അവൾക്ക് ഉണ്ടോ എന്നുകൂടി നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. അപ്പോൾ സൂര്യ പറയണേ, നിങ്ങളെക്കാളും എന്ത് കണ്ടും യോഗ്യത എൻ്റെ ഭാര്യ നന്ദിനിക്കുണ്ട്. നിങ്ങൾ ഇതുവരെ പറഞ്ഞത് എന്താണ്? എൻ്റെ നന്ദിനി നിങ്ങളുടെ മരുമകളാവാൻ എന്നുള്ള ഒരു യോഗ്യതയും ഇല്ല എന്നല്ലേ? പക്ഷേ ഞാനിവിടെ തിരുത്തി പറയുകയാണ്, എൻ്റെ നന്ദിനിയുടെ അമ്മായിയമ്മ ആവാൻ നിങ്ങൾക്ക് ഒരു യോഗ്യതയും ഇല്ല. നിങ്ങളിനി 10 കൊല്ലം ജന്മമെടുത്താലും നിങ്ങൾക്ക് എൻ്റെ നന്ദിനിയുടെ അമ്മായി അമ്മ ആവാൻ ഒരു യോഗ്യതയും ഇല്ല. കാരണം നിങ്ങൾക്ക് മനുഷ്യത്വമില്ല. എൻ്റെ നന്ദിനിക്ക് മനുഷ്യത്വമുണ്ട്. അത് തന്നെയാണ് എൻ്റെ നന്ദിനിയുടെ ഏറ്റവും വലിയ യോഗ്യത എന്ന് പറഞ്ഞതോടുകൂടി പത്മ പരിഹാസത്തോടു കൂടി ഒന്ന് പുഞ്ചിരിച്ച ശേഷം ഒന്നും പറയാതെ അവിടെ നിന്ന് അങ്ങ് പോവാട്ടോ. പുറകെ ഇന്ദ്രജയും വിജയനും പോവാണ്. വിജയൻ പോകുന്ന സമയത്ത് അളിയൻ അങ്ങനെ പെട്ടെന്ന് പോവല്ലേ എന്ന് പറഞ്ഞ് പിടിച്ചിരുത്തുകയാണ്. എന്നിട്ട് സൂര്യ വീണ്ടും വിജയൻ്റെ പുറത്തൊക്കെ അടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് വിജയൻ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് അളിയൻ്റെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞ് അങ്ങ് പോവുകയാണ്. അപ്പോൾ വീണ്ടും ഒരടി വെച്ച് കൊടുക്കുകയാണ്. അയ്യോ അളിയ, കാല് കൊണ്ട് ചവിട്ടാൻ വയ്യ, അതുകൊണ്ടാണ് കൈ കൊണ്ട് തന്നത് എന്ന് പറയട്ടോ. അങ്ങനെ റൂമിലെത്തിയ ശേഷം ഇന്ദ്രജയും പത്മയും വിജയനും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ വിജയൻ പറയണേ, എൻ്റെ ചെവിയിൽ നിന്ന് ഇപ്പോൾ ഒരു സൗണ്ട് മാത്രമാണ് വരുന്നത്, അത്രയ്ക്ക് വേദനയുണ്ട് ഇന്ദ്രജ എന്ന് പറയട്ടെ. അപ്പോൾ ഇന്ദ്രജ പത്മയോട് പറയണേ, മമ്മി, ഞാൻ ഇതൊന്നും അല്ല സൂര്യയുടെ ഭാഗത്ത് നിന്നും പ്രതീക്ഷിച്ചത്, വലിയ പ്രശ്നമാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ അവനെന്തോ വലിയ പ്രശ്നമാക്കി എടുത്തിട്ട് ഞാനിവിടെ ഒരു വലിയ പൊട്ടിത്തെറി തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. സൂര്യയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതും ഞങ്ങളാണെന്ന് പറയുമെന്നാണ് ഞാൻ കരുതിയത്. അവൾ അങ്ങനെ ഒരു പച്ചക്കള്ളം സൂര്യയോട് പറഞ്ഞു കൊടുക്കുമെന്നാണ് ഞാൻ കരുതിയത്. ഓ പത്മ പറയണ, അതിന് അങ്ങനെ പറഞ്ഞാൽ തന്നെ നിങ്ങൾ എന്തിനാ പേടിക്കേണ്ടത്? നിങ്ങൾ രണ്ടുപേരും അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ? അതോടുകൂടി ഇന്ദ്രജ പെട്ടെന്ന് പതർച്ചയോടുകൂടി പറയുന്നു, അയ്യോ ഇല്ല മമ്മി, ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അല്ല മമ്മി, ഞാൻ ഉദ്ദേശിച്ചത് മമ്മിയോട് അവൾ അങ്ങനെ ഒരു കള്ളം പറഞ്ഞ സ്ഥിതിക്ക് അവനോടും അതുപോലെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. വിജയ് പറയണേ, ഞാനൊരു സത്യം പറയട്ടെ, സൂര്യയുടെ ഈ പതുങ്ങിയിരിക്കൽ അത് അത്രയ്ക്ക് നല്ലതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വലിയൊരു പൊട്ടിത്തെറി തന്നെ സൂര്യ ഇനി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാരണം നന്ദിനിയെ ഭ്രാന്താശുപത്രിയിൽ അടക്കാനും നന്ദിനിയെ ഇല്ലാതാക്കാനൊക്കെ തീരുമാനിച്ചത് ആൻറ്റിയല്ലേ? എന്നെയും ഇന്ദ്രജയെയും അടിച്ചാൽ ഞങ്ങളത് സഹിക്കും. പക്ഷേ ആൻറ്റിയുടെ നേരെ കൈ സൂര്യ ഓങ്ങിയാൽ അത്
അതെങ്ങനെ സഹിക്കും ആൻറ്റി? ഞാൻ പറയുന്നതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്ക്. അപ്പോൾ പത്മ പറയണേ, ശരിയാണ്, നീ പറഞ്ഞത് ശരിയാണ്. അവളെ ഞാൻ ഭ്രാന്താശുപത്രിയിൽ അടക്കാനും ഇല്ലാതാക്കാനും ഒക്കെ ശ്രമിച്ചത് ഞാൻ തന്നെയാണ്. എൻ്റെ വീട്ടിലേക്ക് ഒരുത്തി അതിക്രമിച്ച് കയറിയപ്പോൾ ഞാനത് പിന്നെ കയ്യും കെട്ടി നോക്കി നിൽക്കണം. എന്താ പറഞ്ഞത്? 24 മണിക്കൂറും അവൻ്റെ കൂടെ നന്ദിനി ഉണ്ടാവും, കമ്പനിയിലേക്കൊക്കെ കൊണ്ടുവരുമെന്നല്ലേ പറഞ്ഞത്? നമുക്ക് നോക്കാം, ഈ പത്മ ആരാണെന്നുള്ളത് അവനെ ഞാൻ കാണിച്ചു കൊടുക്കും. അപ്പോൾ വിജയൻ പറയണേ, ഇതിനു മുന്നേയും ഇതുപോലെ പല വെല്ലുവിളി ആൻറ്റിയോട് സൂര്യ നടത്തിയിട്ടുമുണ്ട്. സൂര്യ അതിലൊക്കെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്, ആൻറ്റി തോൽക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കേട്ടപ്പോൾ ഇന്ദ്രജ പറയണേ, എന്താ വിജയ് ഈ പറയുന്നത്? അല്ല, ഞാൻ പറഞ്ഞത് സത്യം തന്നെയല്ലേ? അപ്പോൾ പത്മയ്ക്ക് നല്ല ദേഷ്യം പിടിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൽ തോറ്റു പിന്മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ പിന്മാറിക്കോ, പക്ഷേ ഞാൻ അങ്ങനെയല്ല. അവളെ ഞാൻ ഈ വീട്ടിൽ നിന്നും ആട്ടി ഇറക്കുമെന്ന് പറഞ്ഞതുപോലെ ഞാൻ ചെയ്തിരിക്കും. അതല്ല, അവളെ ഞാൻ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഞാൻ ചെയ്തിരിക്കും. അല്ലാതെ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഞാൻ അവളെ ഈ വീട്ടിലെ മരുമകളായിട്ട് അംഗീകരിക്കില്ല എന്നും പറഞ്ഞ് ദേഷ്യം പിടിച്ച് പത്മ റൂമിൽ നിന്ന് പോവാട്ടോ. അപ്പോൾ ഇന്ദ്രജ പറയണ, എന്തിനാണ് മമ്മിയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? മമ്മി അല്ലെങ്കിലേ ദേഷ്യം പിടിച്ച് നിൽക്കായിരുന്നു. വെറുതെ വിജയ് വെറുതെ മമ്മിയുടെ വായിലുള്ളത് കേട്ടില്ലേ? പിന്നെ ഞാൻ പറഞ്ഞത് സത്യം തന്നെയല്ലേ? എനിക്കിവിടെ എന്താണ് ജോലി? നിങ്ങളെല്ലാവരും എന്നെ ഒരു ചെണ്ടയെ പോലെയാണ് കാണുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും അനുസരിച്ച് കൊട്ടാനുള്ള ഒരു ചെണ്ട എന്ന നാട്ടുകാരുടെ മുന്നിൽ വലിയ പത്മയുടെ മരുമകൻ. എൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് എനിക്കല്ലേ അറിയൂ എന്ന് പറഞ്ഞ് വിജയൻ ചെവി ഇങ്ങനെ പൊത്തിപ്പിടിക്കുകയാണ് വേദന സഹിക്കാതെ. പിന്നീട് റൂമിലെത്തിയ ശേഷം സൂര്യയും നന്ദിനിയും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ നന്ദിനി നന്നായിട്ട് കരയുകയാണ് കേട്ടോ. അപ്പോൾ എന്തിനാണ് നന്ദിനി നീ കരയുന്നത്? അല്ല, ഞാൻ ഇവിടേക്ക് വന്നത് കൊണ്ടല്ലേ, ഈ വീട്ടിലേക്ക് വന്നു കയറിയത് കൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ എപ്പോഴും എൻ്റെ പേരിൽ ഓരോ പ്രശ്നങ്ങളാണ്, ഞാൻ ഈ വീട്ടിലേക്ക് വന്നതുകൊണ്ടാണ് ഇതൊക്കെ ഒന്ന് പറഞ്ഞ് സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ട് കരയുകയാണ്. അപ്പോൾ സൂര്യ പറയണേ, എന്താ നന്ദിനി ഈ പറയുന്നത്? നീ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നതും കരയുന്നതും? നിന്നോട് ദ്രോഹം ചെയ്തവർക്ക് ഒരു ലെവലേശം പോലും കുറ്റബോധമില്ല, എന്നിട്ട് നീ ഇപ്പോൾ ഇതാ സങ്കടപ്പെടുന്നു, നിന്നെ തന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയും ചെയ്യുന്നു. നീ ഒരു കാര്യം മനസ്സിലാക്ക്, നീ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത്? നീ എന്തിനാണ് കരയുന്നത്? നീ ഇവിടേക്ക് വന്നു കയറിയത് കൊണ്ടാണെന്ന് നീ പറയുന്നല്ലോ. അപ്പോൾ അതിനെല്ലാം കാരണക്കാരൻ ഞാനല്ലേ നിന്നെ നാട്ടുമ്പുറത്ത് സന്തോഷത്തോടു കൂടി ജീവിച്ചിരുന്ന നിന്റെ സന്തോഷം കെടുത്തി ഞാനല്ലേ നിന്റെ കഴുത്തിൽ നിന്റെ അനുവാദമില്ലാതെ താലി കെട്ടി ഇവിടേക്ക് ഈ നരകത്തിലേക്ക് കൊണ്ടുവന്നിട്ടത്? അപ്പോൾ നീ എന്തിനാണ് നിന്നെ കുറ്റപ്പെടുത്തുന്നത്? ഞാനല്ലേ ഇതിനൊക്കെ കാരണക്കാരൻ എന്ന് പറഞ്ഞപ്പോൾ നന്ദിനി പറയണ, വേണ്ട സൂര്യ സാർ, ഇനി അതിനെക്കുറിച്ചൊക്കെ പറയണ്ട, ഞാനതൊക്കെ മറന്നു തുടങ്ങിയതാണ്. അങ്ങനെ ഒരു നന്ദിനിയോട് തൊട്ടരികിൽ വന്ന് ഇരിക്കാൻ പറയാട്ടോ. അപ്പോൾ നന്ദിനി നിലത്തിരിക്കാൻ വേണ്ടി നോക്കുമ്പോൾ സൂര്യ പറയണ, വേണ്ട, അവിടെയല്ലേ ഇരിക്കേണ്ടത്, എൻ്റെ തൊട്ടടുത്ത് വന്ന് ഇരിക്കുക എന്ന് പറഞ്ഞ് നന്ദിനിയെ അവിടെ ഇരുത്തുകയാണ്. എന്നിട്ട് നന്ദിനിയുടെ കണ്ണുനീരൊക്കെ തുടച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി ആരതിയെയും വിവേകിനെയും ഫോൺ വിളിക്കുകയാണ് സൂര്യ. അതിനെക്കുറിച്ചുള്ള റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.